നമസ്കാരം. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ സന്ദർശിക്കാൻ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ എത്തിയപ്പോൾ കെജ്രിവാളിന്റെ PA വൈഭവ് കുമാർ ആക്രമിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ആം ആദ്മിയുടെ രാജ്യസഭാ MP സ്വാതി മലിവാൾ പരാതി നൽകിയതിനു ശേഷം തനിക്കെതിരെ ധാരാളം വ്യാജ ആരോപണങ്ങൾ പ്രചരിക്കുന്നതായി സ്വാതി മലിവാൾ പറയുന്നു. ഇപ്പോഴിതാ നുണക്കഥകൾ പ്രചരിക്കുന്ന പാർട്ടി നേതാക്കൾക്കെതിരെ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സ്വാതി മലിവാൾ. തനിക്കെതിരെ ഉന്നയിക്കുന്ന ഓരോ വ്യാജ ആരോപണങ്ങൾക്കും നിങ്ങളെ കോടതി കയറ്റുമെന്നാണ് താക്കീത്. അറസ്റ്റിലായ വൈഭവ് കുമാറിനെതിരെ പരാതി നൽകുന്നതുവരെ പാർട്ടിയിലെ തന്റെ പദവി ലേഡി സിംഗം എന്നായിരുന്നു. എന്നാൽ പാർട്ടി നേതാക്കൾ തന്നെ ഇപ്പോൾ BJP ഏജന്റ് എന്നാക്കി മാറ്റിയെന്നും സ്വാതി മലിവാൾ ആരോപിച്ചു. തനിക്കെതിരെ ഉന്നയിക്കുന്ന ഓരോ വ്യാജ ആരോപണങ്ങൾക്കും ഇവർക്കെതിരെ കേസ് നൽകുമെന്നും സ്വാതി വ്യക്തമാക്കി. അഴിമതിയുടെ പേരിൽ സ്വാതി മലിവാളിനെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അതുകൊണ്ട് BJPയുടെ നിർദ്ദേശപ്രകാരമാണ് സ്വാതി ഇതെല്ലാം ചെയ്യുന്നതെന്നുമാണ് ദില്ലിയിലെ മന്ത്രിമാർ ആരോപിക്കുന്നത്. 8 വർഷം മുമ്പ് 2016 ഈ FIR രജിസ്റ്റർ ചെയ്തത്. അതിനുശേഷം 2 തവണയാണ് എന്നെ വനിതാ കമ്മീഷൻ അധ്യക്ഷനായി നിയമിച്ചത്. അന്നത്തെ കേസ് പോലും വ്യാജമാണ്. ഞാൻ ഇന്ന് ജനങ്ങൾക്ക് മുന്നിൽ സത്യം പറഞ്ഞത് കൊണ്ടാണ് എനിക്കെതിരെ അവർ ട്രോൾ ആർമി ഇറക്കിയത്. പാർട്ടിയിലെ എല്ലാവരെയും എനിക്കെതിരെ നിർത്തി. സ്വാതിയുടെ പേഴ്സണൽ വീഡിയോ ഉണ്ടെങ്കിൽ അയക്കണമെന്നാണ് ഈ നേതാക്കൾ എനിക്ക് അടുപ്പമുള്ളവരോട് പറഞ്ഞത്. എന്റെ ബന്ധുക്കളുടെ ജീവൻ പോലും അപകടത്തിലാക്കുന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു നുണയും ഒരു കാലവും നിലനിൽക്കില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അധികാരത്തിന്റെ ലഹരിയിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയണം. പ്രചരിക്കുന്ന ഓരോ നുണകൾക്കും നിങ്ങളെ ഞാൻ കോടതിയിൽ കൊണ്ടുപോയിരിക്കുമെന്നും സ്വാതി തന്റെ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. മെയ് 13 കെജ്രിവാളിനെ സന്ദർശിക്കാൻ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലെത്തിയപ്പോൾ അതിക്രമം നേരിട്ടതായി സ്വാതി മലിവാൾ ആരോപിക്കുന്നത്. സ്വാതി മലിവാളിന്റെ പരാതിയിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത FIRൽ വൈഭവിനെതിരെ ഗുരുതര പരാമർശങ്ങളാണുള്ളത്. സ്വാതിയുടെ വയറ്റിൽ ഇടിക്കുകയും തല്ലുകയും ചവിട്ടുകയും ചെയ്തെന്നാണ് FIRൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ACPPS കുശ്വാഹയുടെ നേതൃത്വത്തിൽ ദില്ലി പോലീസിന്റെ 2 അംഗ സംഘം സ്വാതിയുടെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വൈഭവിനെതിരെ കേസെടുത്തത്. IPC 354, 506, 509, 323 വകുപ്പുകളാണ് വൈഭവിനെതിരെ ചുമത്തിയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.